ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ്. ഭർത്താവ് എത്ര മോശപ്പെട്ടവനായാലും ചില സ്ത്രീകൾ അയാളെ വിശ്വസിക്കും. കടപ്പുറത്ത് ചാകര വന്നിട്ടുണ്ടെന്നും വലയിൽ നിറയെ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും ഭർത്താവ് വന്ന് പറഞ്ഞപ്പോൾ പാതിരാത്രിയിൽ മുന്നും പിന്നും നോക്കാതെ അയാളെ സഹായിക്കാൻ ഒപ്പം പോയതാണ് മലപ്പുറം തിരൂരിലെ ഫൗസിയ എന്ന യുവതി. എന്നാൽ അത് അവസാന യാത്രയാണെന്ന് ആ പാവം അറിഞ്ഞിരുന്നില്ല. സ്വന്തം ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊന്ന് ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളുകയാണ് അയാൾ ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് ഹുസൈൻ പോലീസിന്റെ പിടിയിലായി. ഹുസൈൻ മദ്യപിച്ച് സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കുകയും ഫൗസിയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു. മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ കയർ കുരുങ്ങിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഫൗസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ പോലീസ് ഹുസൈനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി. ഫോട്ടോ സഹിതം ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. ഇതിനിടെ ശനിയാഴ്ച രാവിലെ 11ഓടെ തിരൂർ പരപ്പനങ്ങാടി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഹുസൈനെ പൂക്കയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ ബസ്സിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്ത് വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോകുന്നല്ലേ പോലെ സാറേ? ഒരു 2 അടി ഞങ്ങൾ അടിച്ചോട്ടെ, ഒരു 2 അടി ഞങ്ങൾ അടിച്ചോട്ടെ. സാറേ ഒരു 2 അടി എല്ലാം, 2 അടി ഞങ്ങൾ അടിച്ചോട്ടെ. അല്ലേ സാറേ, അവന് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ എങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ? സാറേ ഒരു അടിക്ക് ഒരു അടി സാറേ, ഒരു അടി സാറേ, ഒരു അടി സാറേ. കൊന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി, എല്ലാം എങ്ങോട്ട് കൊണ്ടുപോയി സാറേ? ആ കുട്ടികളെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഹുസൈൻ പോലീസിനോട് പറഞ്ഞത്. കടപ്പുറത്ത് ചാകര വന്നിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അർദ്ധരാത്രിയിൽ ഫൗസിയെ വീട്ടിൽ നിന്നും പുറത്തിറക്കി കൊണ്ടുപോയത്. തുടർന്ന് ചുരിദാറിന്റെ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളുകയായിരുന്നു. ചാക്ക് കെട്ടാൻ ഉപയോഗിച്ച കയർ മറ്റൊരു ബോട്ടിൽ കുരുങ്ങിയതാണ് മൃതദേഹം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. കൊലപാതകത്തിന് പിന്നാലെയാണ് ഹുസൈൻ ഒളിവിൽ പോയത്. മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാനായത് പോലീസിന് നേട്ടമായി. ഹുസൈൻ മദ്യപിച്ച് സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കുകയും ഫൗസിയെ മർദ്ദിക്കുകയും ചേരുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.